ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നതിന് ദൈവത്തിന് പ്രത്യേകമായ നന്ദി പറയാം. എന്നെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന എൻ്റെ ദൈവമേ, അങ്ങ് ഞാൻ സ്തുതിക്കുന്നു, അങ്ങ് ഞാൻ ആരാധിക്കുന്നു, അങ്ങ് ഞാൻ മഹത്വപ്പെടുത്തുന്നു. അറിവിൻ്റെ വചനത്തിലൂടെ നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തോട് ആത്മാവ് മന്ത്രിച്ചു, എടുക്കുക, വായിക്കുക. അദ്ദേഹം മുറിയിൽ പരതി ഒട്ടി ഒരു ടേബിളിൽ പൊടി പിടിച്ചിരിക്കുന്ന പുസ്തകം എടുത്ത് വായിച്ചു. അത് റോമക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനത്തിലൂടെയാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി. ഈ ലോക സുഖങ്ങളിൽ ജീവിച്ച ആ മനുഷ്യൻ ദൈവത്തിനു വേണ്ടി തന്നെ സമർപ്പണം ചെയ്തുകൊണ്ട് തൻ്റെ പാവവഴികൾ ഉപേക്ഷിച്ച് വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നു. ദൈവവചന വായനയാണ് അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തിയത്. ഞാൻ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു മോശമായ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അദ്ദേഹത്തിനോട് പറയുവാൻ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം അദ്ദേഹം ഉന്നതമായ നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെയാണ്. ആത്മീയമായ മേഖലകളിലും വളരെയേറെ ഉയരങ്ങളിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ബൈബിൾ തുറന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ വചനവും ആത്മാവ് എനിക്ക് ബോധ്യം തന്ന ചിന്തകളും ഒന്നു തന്നെയായിരുന്നു. ഇത് വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന് മറ്റൊരു അർത്ഥം കൂടി ഉണ്ടല്ലോ, അവിശ്വസ്തത എന്നൊരു അർത്ഥം കൂടി ഇതിനകത്തുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല, ബൈബിളിൽ എഴുതിയിരിക്കുന്ന അതേ കാര്യം തന്നെയാണ്. അദ്ദേഹം അത് കേട്ട് അനുദപിക്കുകയും മാനസാന്തരപ്പെടുകയും അദ്ദേഹം വീണ്ടും ദൈവികമായ മേഖലകളിലേക്ക് തിരിച്ചു വരികയും നന്നായി ശുശ്രൂഷ ചെയ്ത് അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവവചനത്തിലൂടെ ദൈവം നമ്മൾ സംസാരിക്കും. മറ്റൊന്ന്, നമ്മൾ ദൈവവചനം നമ്മൾ അറിയാവുന്ന ദൈവവചനം അല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ ഇതുവരെ മനസ്സിൽ വരാത്ത ഒരു കൊട്ടേഷൻ നമ്മൾ പറയുന്നു. ഉദാഹരണം, മത്തായി 7:6. അതിൻ്റെ അർത്ഥം എനിക്ക് അറിയാവുന്നതാണ്. നമ്മൾക്ക് അങ്ങനെ ഒരു സന്ദേശം കിട്ടുമെന്ന് വിചാരിക്കുക. മത്തായി 7:6. എന്നാൽ അതിൻ്റെ വചനം എനിക്ക് കാണാതെ അറിയില്ല. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവ് എന്നോട് സംസാരിച്ചതാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ വിശിഷ്ടമായ മുത്തുകൾ പന്നികൾക്ക് ചവിട്ടാൻ ഇട്ടുകൊടുക്കരുത്. അത് തുടങ്ങുന്ന വചനഭാഗങ്ങളാണ്. അതെനിക്ക് കാണാതെ അറിയാമെന്നുണ്ടെങ്കിൽ അത് സന്ദേശമായി സ്വീകരിക്കരുത്. കാരണം എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചിന്തകൾ പുറത്തേക്ക് വരുന്നതാകാം. പ്രൈസ് ലോർഡ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചിന്ത കടന്നു വരുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ദൈവവചനത്തിലൂടെ നമ്മൾ സംസാരിക്കും. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ബൈബിൾ എടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് മനസ്സ് പറയും, നീ വലതുവശത്ത് ഇത്രാമത്തെ ഖണ്ഡിക വായിക്കുക. അത് ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും. അവരെ വിശദീകരിക്കാൻ വേണ്ടി ദൈവം തരുന്ന കാര്യങ്ങളായിരിക്കാം. അങ്ങനെ ദൈവം നമ്മളുടെ തിരുവചനത്തിലൂടെ സംസാരിക്കാറുണ്ട്. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽപ്പെട്ട അറിവിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾ നയിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അമ്മയാശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, വചനം ശ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.